ഇന്ന് നമ്മൾ സൈക്കോളജിയിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ ഉപജ്ഞാതാവ്. സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? വൈഗോട്സ്കി. സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ ഉപജ്ഞാതാവാണ് വൈഗോട്സ്കി. ക്വസ്റ്റ്യൻ്റെ കൂടെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ ഉപജ്ഞാതാവ് വൈഗോട്സ്കി. നെക്സ്റ്റ്, ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൻ്റെ വക്താവ്. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൻ്റെ വക്താവ് ആരാണ്? മാക്സ് വെർത്തിമർ. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൻ്റെ വക്താവ് മാക്സ് വെർത്തിമർ. അപ്പോൾ സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ ഉപജ്ഞാതാവ് വൈഗോട്സ്കി, ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൻ്റെ വക്താവ് മാക്സ് വെർത്തിമർ. നെക്സ്റ്റ്, ചോദക പ്രതികരണ ബന്ധമാണ് മനുഷ്യ വ്യവഹാരത്തിൻ്റെ അടിസ്ഥാനം എന്ന് അനുമാനിച്ചത് ആരാണ്? ചോദക പ്രതികരണ ബന്ധം, അതായത് സ്റ്റിമുലസ് റെസ്പോൺസ്. ചോദക പ്രതികരണ ബന്ധമാണ് മനുഷ്യ വ്യവഹാരത്തിൻ്റെ അടിസ്ഥാനം എന്ന് അനുമാനിച്ചത് ജെ.ബി. വാട്സനാണ്. ജെ.ബി. വാട്സനാണ് ചോദക പ്രതികരണ ബന്ധമാണ് മനുഷ്യ വ്യവഹാരത്തിൻ്റെ അടിസ്ഥാനം എന്ന് അനുമാനിച്ചത്. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അനുഭവങ്ങളുടെ ഫലമായി വ്യക്തിയിൽ നടക്കുന്ന താരതമ്യേന സ്ഥിരമായ മാറ്റമാണ് പഠനം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? അനുഭവങ്ങളുടെ ഫലമായി വ്യക്തിയിൽ നടക്കുന്ന താരതമ്യേന സ്ഥിരമായ മാറ്റമാണ് പഠനം എന്ന് പറഞ്ഞത് വുഡ്സ്വർത്ത്. അനുഭവങ്ങളുടെ ഫലമായി വ്യക്തിയിൽ നടക്കുന്ന താരതമ്യേന സ്ഥിരമായ മാറ്റമാണ് പഠനം എന്ന് പറഞ്ഞത് വുഡ്സ്വർത്ത്. ആരാണ്? വുഡ്സ്വർത്ത്. നെക്സ്റ്റ്, അനുക്രമം നടക്കുന്ന വ്യവഹാര അനുയോജനമാണ് പഠനം എന്ന് അഭിപ്രായപ്പെട്ടത് സ്കിന്നറാണ്. അനുക്രമം നടക്കുന്ന വ്യവഹാര അനുയോജനമാണ് പഠനം എന്ന് പറഞ്ഞത് ആരാണ്? സ്കിന്നറാണ്. അനുക്രമം നടക്കുന്ന വ്യവഹാര അനുയോജനമാണ് പഠനം എന്ന് പറഞ്ഞത് സ്കിന്നറാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ ഉപജ്ഞാതാവ് വൈഗോട്സ്കി, ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ വക്താവ് മാക്സ് വെർത്തിമർ, ചോദക പ്രതികരണ ബന്ധമാണ് മനുഷ്യ വ്യവഹാരത്തിൻ്റെ അടിസ്ഥാനം എന്ന് അനുമാനിച്ചത് ജെ.ബി. വാട്സൺ, അനുഭവങ്ങളുടെ ഫലമായി വ്യക്തിയിൽ നടക്കുന്ന താരതമ്യേന സ്ഥിരമായ മാറ്റമാണ് പഠനമെന്ന് പറഞ്ഞത് വുഡ്സ്വർത്ത്, അനുക്രമം നടക്കുന്ന വ്യവഹാര അനുയോജനമാണ് പഠനം എന്ന് പറഞ്ഞത് സ്കിന്നറാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മറ്റുള്ളവരുടെ നേട്ടം തൻ്റേതാണെന്ന് കരുതി ആനന്ദിക്കുന്ന സമായോജന തന്ത്രം. മറ്റുള്ളവരുടെ നേട്ടം തൻ്റേതാണെന്ന് കരുതി ആനന്ദിക്കുന്ന സമായോജന തന്ത്രം ഏതാണ്? താദാത്മീകരണം. എന്താണ്? താദാത്മീകരണം. മറ്റുള്ളവരുടെ നേട്ടം തൻ്റേതാണെന്ന് കരുതി ആനന്ദിക്കുന്ന സമായോജന തന്ത്രമാണ് താദാത്മീകരണം. ഓക്കെ. നെക്സ്റ്റ്, ഭാഷാ സമാർജന ഉപകരണം തയ്യാറാക്കിയത് ആരാണ്? ഭാഷാ സമാർജന ഉപകരണം തയ്യാറാക്കിയത് നോം ചോംസ്കി. ഭാഷാ സമാർജന ഉപകരണം തയ്യാറാക്കിയത് നോം ചോംസ്കി. നെക്സ്റ്റ്, യാഥാർത്ഥ്യ തത്വത്തിൽ പ്രവർത്തിക്കുന്ന മനസ്സിൻ്റെ ഘടകം. യാഥാർത്ഥ്യ തത്വത്തിൽ പ്രവർത്തിക്കുന്ന മനസ്സിൻ്റെ ഘടകമാണ് ഈഗോ. യാഥാർത്ഥ്യ തത്വത്തിൽ പ്രവർത്തിക്കുന്ന മനസ്സിൻ്റെ ഘടകമാണ് ഈഗോ. നെക്സ്റ്റ്, കുട്ടികളെ ലിറ്റിൽ സയൻറ്റിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കുട്ടികളെ ലിറ്റിൽ സയൻറ്റിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചത് പിയാഷെയാണ്. കുട്ടികളെ ലിറ്റിൽ സയൻറ്റിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചത് പിയാഷെയാണ്. നെക്സ്റ്റ്, ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? അടുത്ത ക്വസ്റ്റ്യനാണ്. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഓസ്ബോൺ. ആരാണ്? ഓസ്ബോൺ ആണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ കുട്ടികളെ ലിറ്റിൽ സയൻറ്റിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചത് പിയാഷെയാണ്. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഓസ്ബോൺ ആണ്. ഓക്കെ. നെക്സ്റ്റ്, കുട്ടി ഒഴിഞ്ഞ പാത്രമല്ല, സ്വന്തമായി പഠിക്കാനുള്ള കഴിവുണ്ട് എന്ന് പ്രസ്താവിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? കുട്ടി ഒഴിഞ്ഞ പാത്രമല്ല, സ്വന്തമായി പഠിക്കാനുള്ള കഴിവുണ്ട് എന്ന് പ്രസ്താവിച്ച മനഃശാസ്ത്രജ്ഞനാണ് ജീൻ പിയാഷെ.
കുട്ടി ഒഴിഞ്ഞ പാത്രമല്ല, സ്വന്തമായി പഠിക്കാനുള്ള കഴിവുണ്ട് എന്ന് പ്രസ്താവിച്ച മനഃശാസ്ത്രജ്ഞനാണ് ജീൻ പിയാഷെ. അടുത്ത ക്വസ്റ്റ്യൻ, വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം കോൾ റോജേഴ്സിൻ്റെ ആണ്. വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം ആവിഷ്കരിച്ചത് കോൾ റോജേഴ്സ് ആണ്. നെക്സ്റ്റ്, ക്രിയാഗവേഷണത്തിൻ്റെ ആവിഷ്കർത്താവ് ആരാണ്? ക്രിയാഗവേഷണത്തിൻ്റെ ആവിഷ്കർത്താവ് സ്റ്റീഫൻ എം കോറിയാണ്. നമ്മൾ പറഞ്ഞത് വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം ആവിഷ്കരിച്ചത് കോൾ റോജേഴ്സ്. വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം ആവിഷ്കരിച്ചത് കോൾ റോജേഴ്സ് ആണ്. ക്രിയാഗവേഷണത്തിൻ്റെ ആവിഷ്കർത്താവ് സ്റ്റീഫൻ എം കോറിയാണ്. ക്രിയാഗവേഷണത്തിൻ്റെ ആവിഷ്കർത്താവ് ആരാണ്? സ്റ്റീഫൻ എം കോറി. ക്രിയാഗവേഷണത്തിൻ്റെ ആവിഷ്കർത്താവ് സ്റ്റീഫൻ എം കോറി. അപ്പം നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? മറ്റുള്ളവരുടെ നേട്ടം തൻ്റേതാണെന്ന് കരുതി ആനന്ദിക്കുന്ന സമായോജന തന്ത്രം താദാത്മീകരണം. ഭാഷാ സമാർജന ഉപകരണം തയ്യാറാക്കിയത് നോം ചോംസ്കി. യാഥാർത്ഥ്യ തത്വത്തിൽ പ്രവർത്തിക്കുന്ന മനസ്സിൻ്റെ ഘടകം ഈഗോ. കുട്ടികളെ ലിറ്റിൽ സയൻറ്റിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചത് പിയാഷെ. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഓസ്ബോൺ. കുട്ടി ഒഴിഞ്ഞ പാത്രമല്ല, സ്വന്തമായി പഠിക്കാനുള്ള കഴിവുണ്ട് എന്ന് പ്രസ്താവിച്ച മനഃശാസ്ത്രജ്ഞൻ ജീൻ പിയാഷെ. വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം ആവിഷ്കരിച്ചത് കോൾ റോജേഴ്സ്. ക്രിയാഗവേഷണത്തിൻ്റെ ആവിഷ്കർത്താവ് ആരാണ്? സ്റ്റീഫൻ എം കോറി. ഓക്കെ, അപ്പോൾ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൻ്റെ വക്താവ് ആരാ? മാക്സ് വർത്തിമർ. സാമൂഹിക ജ്ഞാനനിർമ്മിതിവാദമാണെങ്കിൽ വൈഗോട്സ്കി. ചോദക പ്രതികരണ ബന്ധമാണ് മനുഷ്യവ്യവഹാരത്തിൻ്റെ അടിസ്ഥാനം എന്ന് അനുമാനിച്ചത് JB വാട്സൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വൈകാരികമാനം എന്ന ആശയം അവതരിപ്പിച്ചത് ഡാനിയൽ ഗോൾമാൻ ആണ്. വൈകാരികമാനം എന്ന ആശയം അവതരിപ്പിച്ചത് ഡാനിയൽ ഗോൾമാൻ. നെക്സ്റ്റ്, ദ്രവബുദ്ധി, ഖരബുദ്ധി എന്നീ ആശയങ്ങൾ കണ്ടെത്തിയത് ആരാണ്? ദ്രവബുദ്ധി, ഖരബുദ്ധി എന്നീ ആശയങ്ങൾ കണ്ടെത്തിയത് റെയ്മണ്ട് കാറ്റലാണ്. ദ്രവബുദ്ധി, ഖരബുദ്ധി എന്നീ ആശയങ്ങൾ കണ്ടെത്തിയത് റെയ്മണ്ട് കാറ്റൽ. നെക്സ്റ്റ്, മാനസിക വയസ്സ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? മാനസിക വയസ്സ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആൽഫ്രഡ് ബിനെയാണ്. മാനസിക വയസ്സ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആൽഫ്രഡ് ബിനെ. മാനസിക വയസ്സ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആൽഫ്രഡ് ബിനെ. നെക്സ്റ്റ്, ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഹോവാർഡ് ഗാർഡനറാണ്. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഹോവാർഡ് ഗാർഡനർ. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഹോവാർഡ് ഗാർഡനർ. നെക്സ്റ്റ്, ഇൻ്റലിജൻസ് എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് സിസറോ ആണ്. ഇൻ്റലിജൻസ് എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് സിസറോ. ഇൻ്റലിജൻസ് എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് സിസറോ. നെക്സ്റ്റ്, പ്രതിക്രിയ അധ്യാപനത്തിൻ്റെ വക്താവ് വൈഗോട്സ്കി. പ്രതിക്രിയ അധ്യാപനത്തിൻ്റെ വക്താവ് വൈഗോട്സ്കിയാണ്. പ്രതിക്രിയ അധ്യാപനത്തിൻ്റെ വക്താവ് വൈഗോട്സ്കി. സമൂഹമിതിയുടെ ഉപജ്ഞാതാവ് JL മൊറീനോ. സമൂഹമിതിയുടെ ഉപജ്ഞാതാവ് പ്രതിക്രിയ അധ്യാപനത്തിൻ്റെ വക്താവ് വൈഗോട്സ്കി. സമൂഹമിതിയുടെ ഉപജ്ഞാതാവ് JL മൊറീനോ. സമൂഹമിതിയുടെ ഉപജ്ഞാതാവ് JL മൊറീനോ. അപ്പം നമ്മൾ പറഞ്ഞത് വൈകാരികമാനം എന്ന ആശയം അവതരിപ്പിച്ചത് ഡാനിയൽ ഗോൾമാൻ. ദ്രവബുദ്ധി, ഖരബുദ്ധി എന്നീ ആശയങ്ങൾ കണ്ടെത്തിയത് റെയ്മണ്ട് കാറ്റൽ. മാനസിക വയസ്സ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആൽഫ്രഡ് ബിനെ. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഹോവാർഡ് ഗാർഡനർ. ഇൻ്റലിജൻസ് എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് സിസറോ. പ്രതിക്രിയ അധ്യാപനത്തിൻ്റെ വക്താവ് വൈഗോട്സ്കി. സമൂഹമിതിയുടെ ഉപജ്ഞാതാവ് JL മൊറീനോ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.